വാതിൽ തുറന്ന ശിവ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മേഘ. ശിവയുടെ അധരങ്ങൾ വിറയലോടെ മന്ത്രിച്ചു. ശിവയുടെ പിന്നാലെ വന്ന മൈഥിലി വാതിലിന് വെളിയിൽ നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന മേഘയെ കണ്ട് നടുങ്ങി തെരച്ചു നിന്നു. മൈഥിലി ശിവയെ നോക്കി. ശിവയും പകപ്പോടെയാണ് നിൽക്കുന്നതെന്ന് മൈഥിലിക്ക് മനസ്സിലായി. മേഘയെ അടിമുടി നോക്കി മൈഥിലി ഒരു നിമിഷം നിന്നു. ചേച്ചി ഇപ്പോൾ എങ്ങനെ ഇവിടെ വന്നു? മൈഥിലിയുടെ മനസ്സ് ആ ചോദ്യം ചോദിച്ചതും ശിവ മേഘയോട് അതേ ചോദ്യം ചോദിച്ചതും ഒരുപോലെയായിരുന്നു. നീ എന്തിന്, ആരെ കാണുവാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നത്? ശിവയുടെ മൂർച്ചയേറിയ ചോദ്യത്തിന് മുന്നിൽ മേഘ ഒന്ന് പകച്ചെങ്കിലും ധൈര്യം കൈവിടാതെ നിന്നു. ശിവയുടെ ചോദ്യം കേട്ടുകൊണ്ടാണ് ഗോവിന്ദൻ ഉമ്മറത്തേക്ക് വന്നത്. മേഘയെ കണ്ടതും ഗോവിന്ദൻ്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മാറി പറഞ്ഞു. ഞാൻ വന്നത് എൻ്റെ വീട്ടിലേക്കല്ലേ, അല്ലാതെ ശിവേട്ടൻ്റെ വീട്ടിലേക്കല്ലല്ലോ. എന്നെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ശിവേട്ടന് ആരും തന്നിട്ടില്ല. മേഘയുടെ മറുപടി കേട്ടതും നിയന്ത്രണം വിട്ട് ഗോവിന്ദൻ മേഘയുടെ കവിളത്ത് പ്രഹരിച്ചു. അധിക പ്രസംഗി, നീ ആരോടായി സംസാരിച്ച് കത്തിക്കയറുന്നത്? ഗോവിന്ദൻ്റെ പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ മേഘ ഉലഞ്ഞുപോയി. അച്ഛാ, ഞാൻ... മിണ്ടരുത് നീ. എങ്ങനെ ധൈര്യം വന്നടി എൻ്റെ വീട്ടിലേക്ക് കാലുകുത്താൻ? നീയായിട്ട് ഇറങ്ങിപ്പോയതല്ലേ, ആ നിനക്ക് വീണ്ടും ഇവിടെ കയറണമെങ്കിൽ എൻ്റെ അനുവാദം കൂടിയേ തീരൂ. ഗോവിന്ദൻ നിന്ന് കിതച്ചു. ഈ ബഹളങ്ങൾ കേട്ടാണ് സുഭദ്ര ഉമ്മറത്തേക്ക് വന്നത്. മേഘയെ കണ്ടതും എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിൽ അവൾ നിന്നു. അമ്മാവാ, വെറുതെ സ്ട്രെയിൻ ചെയ്യാതെ പോയിരിക്കൂ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ഗോവിന്ദൻ നിന്ന് കിതക്കുന്നത് കണ്ടപ്പോൾ ശിവ ശാസിച്ചു. ഗോവിന്ദൻ ശിവയെ ഒരു നിമിഷം നോക്കി. കണ്ടില്ലേ, നീ ചോദിച്ചില്ലേ ഇവന് എന്തധികാരമാണ് ഇവിടെ ഉള്ളതെന്ന്? ഇവൻ എൻ്റെ കൂടെയുള്ളത് തന്നെയാണ് എൻ്റെ ധൈര്യവും ഫലവും. എൻ്റെ സ്വന്തം മക്കളേക്കാൾ എനിക്ക് വിശ്വാസവും ഇവനെ തന്നെയാണ്. ഇവൻ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളിൽ ഒരാളെ ഇവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയത്. ഗോവിന്ദൻ ഒന്ന് നിർത്തിയതിന് ശേഷം മേഘയെ നോക്കി. നീ നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയവളാണ്, പുകഞ്ഞ കൊള്ളി പുറത്ത്. എനിക്ക് നിന്നെ ഇപ്പോൾ അങ്ങനെ പരിഗണിക്കാനേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഗോവിന്ദൻ്റെ ശബ്ദം ആ സ്വീകരണ മുറിയിൽ പ്രതിധ്വനിച്ചു. ഗോവിന്ദേട്ടാ. സുഭദ്രയുടെ വിളി കേട്ട് ഗോവിന്ദൻ തിരിഞ്ഞു നോക്കി. എന്തു വേണം? ഗോവിന്ദൻ സുഭദ്രയുടെ നേരെ തിരിഞ്ഞു. ഇങ്ങനെ അറുത്തുമുറുത്തെന്നും പറയല്ലേ ഗോവിന്ദേട്ടാ. സുഭദ്ര ഗോവിന്ദനോട് കെഞ്ചി. എന്താ സുഭദ്രേ, നിന്റെ മോളെ കണ്ടപ്പോൾ നീ പഴയതൊക്കെ മറന്നോ? നീ ആ കല്യാണ ദിവസം മറന്നോ? ക്ഷണിച്ച നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ അപമാനിതരായി നിന്നത് നീ മറന്നോ സുഭദ്രേ? ഒന്നും ഞാൻ മറന്നിട്ടില്ല ഗോവിന്ദേട്ടാ. മേഘ നമ്മളോട് തെറ്റ് ചെയ്തവളാണ്. നമുക്കാർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് എന്ന് കരുതി ഈ സമയത്ത് അവളെ ഇറക്കി വിടരുത്. ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ടൻ എന്ത് തീരുമാനമെടുത്താലും ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ രാത്രിയിൽ ഇവളെ ഇറക്കി വിടരുത്. ഇതെൻ്റെ അപേക്ഷയാണ്, സുഭദ്ര പറഞ്ഞു. മോള് മുന്നിൽ വന്ന് യാചനയോടെ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടാവും അല്ലേ? ഗോവിന്ദൻ പുച്ഛത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദേട്ടാ, ഇത് അമ്മ മനസ്സിൻ്റെ നൊമ്പരല്ല. ഇവളെപ്പോലെ ഒരു പെണ്ണ് ഈ സമയത്ത് തെരുവിലേക്ക് ഇറങ്ങിയ ഒരുപക്ഷെ നാളെ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ കേൾക്കേണ്ടി വരും, സുഭദ്ര പറഞ്ഞു. മൈഥിലിയിൽ മുറിയിൽ പോയി ടവലും മാറി ഉടുക്കാൻ അവളുടെ തന്നെ ഒരു ജോഡി ചുരിദാറും എടുത്തുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് വന്നു. മൈഥിലി ആരെയും കവനിക്കാതെ ടവലും ചുരിദാറും മേഘയ്ക്ക് നേരെ നീട്ടി. ചേച്ചി, തല തുവർത്തിപ്പോയി വേഷം മാറിവാ. മൈഥിലി. ഗോവിന്ദൻ മൈഥിലിയെ തടയാനെന്നോണം വിളിച്ചു. എന്താ അച്ഛാ, അമ്മ പറഞ്ഞത് തന്നെയാണ് ന്യായം. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇന്ന് രാത്രി ചേച്ചിയെ ഇറക്കിവിട്ട നമ്മൾ അനുഭവിച്ച അപമാനത്തിനും നാണക്കേടിനും പകരമാകുമോ? ഇല്ലല്ലോ. ഈ ഒരു രാത്രി മാത്രം ചേച്ചിയെ ഇറക്കിവിടല്ലേ അച്ഛാ, മിലി പറഞ്ഞു. ഗോവിന്ദൻ ഒരു നിമിഷം എല്ലാവരെയും നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. സുഭദ്രയും ഗോവിന്ദനെ അനുഗമിച്ചു. മേഘ നനഞ്ഞ വസ്ത്രം മാറുവാനായി മുറിയിലേക്ക് പോയി. ശിവ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും മൈഥിലി പിന്നിൽ നിന്ന് വിളിച്ചു. ശിവേട്ടാ, മഴ തോന്നിട്ട് പോയാൽ പോരെ? നീ മിണ്ട. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ പെണ്ണെ. ശിവ തല കുടഞ്ഞു. എൻ്റെ ശിവേട്ടാ, ഇതിലെന്താണ് മനസ്സിലാക്കാനുള്ളത് എന്ന് ശിവേട്ടൻ പറ. മേഘ ചേച്ചിയുടെ ഈ വരവിൽ എന്തോ പന്തികേട് മണക്കുന്നതായി ശിവേട്ടൻ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ വരില്ലല്ലോ. ഈ രാത്രി പറഞ്ഞുവിടുന്നത് ബുദ്ധിയല്ലെന്ന് തോന്നി, അത്രയുള്ളൂ. പിന്നെ ഒരു കാര്യം. മൈഥിലി ശിവയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ചേച്ചിയെ കണ്ടിട്ട് വീണ്ടും എന്തേലുമൊക്കെ മനസ്സിൽ തലപൊക്കി വരുന്നുണ്ടെങ്കിൽ അതങ്ങി അങ്ങ് മാറ്റിവെച്ചേക്ക്. എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും, വയറ്റിൽ നുള്ളിക്കൊണ്ട് മിലി പറഞ്ഞു. ശിവ മൈഥിലിയുടെ കയ്യെ പിടിച്ചു. നിനക്കങ്ങ് തോന്നുന്നുണ്ട് മിലി? ശിവയുടെ ശബ്ദം നേർത്തു. മൈഥിലി ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. ബുള്ളറ്റ് ഇവിടെ ഇരിക്കട്ടെ, നീ ഒരു കുട എടുത്തതാ, ശിവ പറഞ്ഞു. മൈഥിലി മുറിയിൽ നിന്നും ഒരു കുട എടുത്തുകൊണ്ട് ശിവക്ക് കൊടുത്തു. ഒപ്പം അച്ഛൻ ഉപയോഗിക്കുന്ന ടോർച്ചും. ഞാൻ ഇറങ്ങുന്നു, വീട്ടിലെത്തിയിട്ട് വിളിച്ചേക്കണേ, ശിവ തലയാട്ടി. ശിവ നടന്നുകളിൽ നിന്ന് നോക്കി മൈഥിലി നിന്നു. മൈഥിലി മുറിയിലെത്തിയപ്പോഴേക്കും മേഘ നനഞ്ഞ വസ്ത്രങ്ങൾ മാറിയിരുന്നു. നീ വല്ലതും കഴിച്ചിരുന്ന ചേച്ചി? മേഘയുടെ നിസ്സംഗത നിറഞ്ഞ മുഖത്തേക്ക് മൈഥിലി നോക്കി. വാ, ഞാൻ ദോഷമുണ്ടാക്കി തരാം. മേഘ മൈഥിലിയെ തന്നെ നോക്കി. സോറി മിലി, ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ.
വേണ്ട, വിശദീകരിക്കേണ്ട മേഘ പറയാൻ വന്നതിനെ തടഞ്ഞു. എനിക്ക് എന്നല്ല ആർക്കും ചേച്ചിയോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ദയ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നിന്റെ വയറ്റിൽ വളരുന്ന കുരുന്നിനോട് തോന്നിയ അലിവ് മാത്രമാണ്. അതെന്തു പഴച്ചു? മൈഥിലി മേഘയെ രൂക്ഷമായി നോക്കിയതിനു ശേഷം അടുക്കളയിലേക്ക് നടന്നു. ദോഷമുണ്ടാക്കിയതിനു ശേഷം മൈഥിലി അതുമായി മുറിയിലേക്ക് പോയി. മേഘ ഭക്ഷണത്തോട് വാശി കാണിക്കാൻ തോന്നിയില്ല. അല്ലെങ്കിലും എന്തിനു വാശി കാണിക്കണം? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, വയറ്റിൽ കിടക്കുന്ന ജീവനോടുള്ള ദയ കൊണ്ടാണ് ആദ്യമേ മിലി തന്നോട് പറഞ്ഞല്ലോ. മേഘ പതിയെ ഭക്ഷണം കഴിച്ചു. മൈഥിലിയുടെ ഫോൺ മുഴങ്ങുന്നത് കേട്ടാണ് മേഘ മൈഥിലിയെ നോക്കിയത്. ഫോണിൽ ഡിസ്പ്ലേയിൽ ശിവേട്ടൻ എന്ന് കണ്ടതും മേഘക്ക് സംശയത്തോടെ മൈഥിലിയെ നോക്കി. മൈഥിലി ആ നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് ഫോൺ എടുത്തു. ആ, ശിവേട്ട എത്തിയോ? ശരി. മൈഥിലി കോൾ കട്ട് ചെയ്തു. മേഘയുടെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തു. അയാൾ എന്തിനാ ഇപ്പോൾ നിന്നെ വിളിച്ചത്? മേഘ ചോദിച്ചു. ശിവേട്ടൻ വിളിച്ചതിൻ്റെ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പേ ചേച്ചി എന്തിന് ഇപ്പോൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മൈഥിലിയുടെ ചോദ്യം കേട്ട് മേഘ പകച്ചൊന്ന് നോക്കി. അത് ആദിയുടെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായി പോയിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ആദ്യം തന്നെയാണ് ഏതെങ്കിലും കൂട്ടുകാരുടെ പോയി നിൽക്കാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ എത്തിപ്പെട്ട സ്ഥലം സുരക്ഷിതമല്ലായിരുന്നു. മേഘ ഒന്ന് നിർത്തി. ചേച്ചി, ഈ പറയുന്നതൊന്നും എനിക്ക് ദഹിക്കുന്നില്ല. തൽക്കാലം വിശ്വസിക്കാതെ നിവർത്തിയില്ലല്ലോ. ഒന്നു മാത്രം ചോദിച്ചോട്ടെ, ചേച്ചിയുടെ ആദ്യം തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടല്ലോ അല്ലേ? മേഘ മൈഥിലിയെ തറപ്പിച്ചൊന്ന് നോക്കി. അല്ല, ചേച്ചിയെ തനിച്ചാക്കി വീട്ടുകാരുടെ സമ്മതം മേടിക്കാൻ പോയതെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. മൈഥിലി കളിയാക്കിക്കൊണ്ടാണ് മേഘയോട് അങ്ങനെ പറഞ്ഞതെങ്കിലും അത് കേട്ട മേഘയ്ക്ക് ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ തോന്നി. മേഘയുടെ ആലോചനയോടെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തൻ്റെ ചോദ്യവും സംസാരവും കുറച്ച് കടുപ്പമായി പോയോ എന്ന് മൈഥിലി ചിന്തിച്ചു. ചേച്ചി, ഇതേത് ലോകത്താണ്? കഴിപ്പ് നിർത്തിയോ? മൈഥിലി പാത്രത്തിൽ അവശേഷിച്ച ബാക്കി ദോശ നോക്കി ചോദിച്ചു. മതി, എനിക്ക് വയറ്റിനെന്തോ അസ്വസ്ഥത, കഴിക്കാൻ കഴിയുന്നില്ല. മേഘ ആ പാത്രം മേശപ്പുറത്ത് വെച്ചതിന് ശേഷം എഴുന്നേൽക്കാൻ നോക്കിയതും തല ചുറ്റുന്ന പോലെ അനുഭവപ്പെട്ടു. മേഘ ഇടത്തു കൈകൊണ്ട് തല താങ്ങിക്കൊണ്ട് കട്ടിലിരുന്നു. മൈഥിലി ഓടിച്ചെന്ന് മേഘയെ താങ്ങിപ്പിടിച്ചു. ചേച്ചി, എഴുന്നേൽക്കാൻ നോക്കണ്ട, കൈ കഴുകാനും വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈഥിലി പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി. പാത്രം കഴുകി വെച്ചതിന് ശേഷം മേഘയെ കൈ കഴുകാൻ സഹായിച്ചു. മേഘയെ കെടുത്തിയതിനു ശേഷം വാതിൽ പൂട്ടിയിട്ട് മൈഥിലി ലേറ്റ് അണച്ചു. ബെഡ് ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൾക്ക് മേഘയുടെ മുഖം കാണായിരുന്നു. മേഘയുടെ അടുത്ത് കിടക്കുമ്പോൾ മൈഥിലിക്ക് അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചോദിച്ചില്ല. മൈഥിലി കണ്ണുകൾ അടച്ചതും പതിയെ മേഘ അവളെ വിളിച്ചു. മോളെ മിലി, ഈ ചേച്ചി എല്ലാവർക്കും നാണക്കേട് വരുത്തി വെച്ചു അല്ലേ? ഞാൻ ആരെപ്പറ്റിയും ഓർക്കാത്തത് കൊണ്ടല്ല, എൻ്റെ നിസ്സഹായാവസ്ഥ കാരണം സംഭവിച്ചു പോയതാണ്. മേഘ വിതുമ്പി. മിണ്ടരുത്, ഇത് നിസ്സഹായാവസ്ഥയാണോ ചേച്ചി? ചേച്ചി തന്നെ ചിന്തിച്ചു നോക്ക്. ചേച്ചിക്ക് ശിവേട്ടനുമായുള്ള വിവാഹം അച്ഛൻ ഉറപ്പിച്ച സമയത്തെങ്കിലും മനസ്സിൽ മറ്റൊരാളാണെന്ന് ചേച്ചിക്ക് പറയാൻ ധൈര്യം കാണിച്ചൂടായിരുന്നു. എങ്കിൽ ഇത്രയും നാണക്കേട് ആർക്കും ഉണ്ടാകില്ലായിരുന്നു. ആർക്കും. ചേച്ചി തന്നെയാണ് ഈ സംഭവം ഇത്രയും നശിപ്പിച്ചത്. കല്യാണം ഉറപ്പിക്കുന്ന നേരത്ത് ശിവേട്ടനോടെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ ചേച്ചി മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്? ഈ ഒളിച്ചോട്ടം കണ്ട് ചേച്ചി എന്ത് നേടി എന്ന് സ്വയം ആലോചിച്ച് നോക്ക്. നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ മിലി, ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടവളാണ്. ഞാൻ എൻ്റെ ഇഷ്ടം ഇവിടെ അറിയിച്ചിരുന്നെങ്കിൽ അത് സമ്മതിച്ചു തരുമായിരുന്നെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഒരിക്കലും ഇല്ല മിലി. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ആദിയുടേതെന്ന് എനിക്കറിയാം. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ശൈലി മാറും. പതിയെ അതിൽ ഭീഷണിയുടെ നിറം കലരും. മേഘ പറഞ്ഞു. എല്ലാം നിന്റെ വെറും തോന്നലാണ് ചേച്ചി. ചേച്ചിക്കറിയുമോ ആ വിവാഹപ്പന്തലിൽ അവർ എത്രമാത്രം അപമാനിതരായെന്ന്? അതിലൊരു പരിധിവരെ ഞാനും കാരണക്കാരിയാണ്. മൈഥിലിയുടെ സംസാരം കേട്ട് മേഘ അവളെ നോക്കി. നീ എങ്ങനെ അവർക്ക് അപമാനം വരുത്തിയെന്ന്? അത് ചേച്ചി പോയപ്പോൾ വധുവിൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ടു. മേഘ നടുക്കത്തോടെ മിലിയെ നോക്കി. എന്നിട്ട്? മേഘ ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്ത്? എനിക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞു, അത്ര തന്നെ. നിന്റെ മനസ്സിൽ ആരും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ സമ്മതിച്ചില്ല? ബെസ്റ്റ്. അതെ, എനിക്ക് എൻ്റെ വിവാഹത്തെപ്പറ്റി ചില കാഴ്ചപ്പാടുകളൊക്കെയുണ്ട്. പെട്ടെന്നൊരു നിമിഷം വധുവിൻ്റെ ഒഴിവ് നികത്താനുള്ള ഒരു വസ്തുവല്ല ഞാൻ. പിന്നെ ശിവേട്ടൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ പുള്ളിക്കാരൻ ഡബിൾ ഓക്കെയാണ്. എന്തായാലും ഞാൻ ഇനി ആരെയും ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ വരുന്നില്ല. പിന്നെ നാളെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ചേച്ചി ചെയ്ത് തെറ്റായിരുന്നു എന്ന് ബോധ്യം വന്നെങ്കിൽ അച്ഛനോടും അമ്മയോടും ശിവേട്ടനോടും മാപ്പ് പറയാനുള്ള മനസ്സ് കാണിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മാപ്പ് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ചേച്ചിക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. മുഖവരയില്ലാതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആദി നാളെ വരുമോ? അതോ? മൈഥിലി ഒന്ന് നിർത്തി. വരും, എത്ര വൈകിയാലും വരും. ഇല്ലെങ്കിൽ എന്നെ അറിയിക്കും, മേഘ പറഞ്ഞു. ആദിയുടെ അനിയത്തിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു സൂചന പോലും കൊടുക്കാതെ എന്നെക്കൊണ്ട് അവിടേക്ക് കയറി ചെല്ലാൻ ആദിക്ക് കഴിയില്ല. താൻ കാരണം അനിയത്തിക്ക് വന്ന നല്ല ആലോചന കൊടുക്കുവാൻ ആദി തയ്യാറല്ല. ശരി,
എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കണം, അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ പ്രശ്നമാവും ചേച്ചി. മൈഥിലി പിന്നീടൊന്നും പറഞ്ഞില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? ഇന്നലെ ഒരു രാത്രി ഇവിടെ തങ്ങാൻ അവസരം തന്നു എന്ന് കരുതി അത് തുറന്നു കൊണ്ടുപോകാൻ നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് കരുതേണ്ട. വേണ്ട അമ്മേ, അങ്ങനെ ഒരു ദയയും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. യാത്ര ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അതിനു മുമ്പ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. മേഘ നിന്ന് വിതുമ്പി. സുഭദ്ര ഒരു നിമിഷം അവളെ നോക്കി. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് അർഹിക്കുന്നില്ല മോളെ. നീ കാരണം നിന്റെ അച്ഛൻ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും മനഃപൂർവ്വം ഞങ്ങളെ അവഗണിച്ചിരുന്നു. അന്നും നിന്റെ അച്ഛൻ പറയായിരുന്നു പെണ്ണ് പൊന്നാണെന്ന്. സുഭദ്രേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അറിഞ്ഞു ജീവിക്കുന്നവരായിരിക്കുമെന്ന് ആ ധാരണയല്ലേ നീ തിരുത്തി എഴുതിയത്. ആ മനുഷ്യൻ മാപ്പ് തന്നാൽ ഞാൻ ക്ഷമിക്കും. അല്ലാതെ നീ എന്നോട് വന്ന് എന്തു പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. ഇതേ സമയം മൈഥിലി അച്ഛനോടൊപ്പം തൊടിയിലായിരുന്നു. അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയോട് ക്ഷമിച്ചൂടെ? അവൾ ഒരാളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. അയാൾ വീട്ടുകാരുടെ അനുവാദം വാങ്ങാനായി പോയിരിക്കുകയാണ്. അച്ഛൻ മനസ്സ് നിറഞ്ഞ് ചേച്ചിയെ ഇവിടെ ഒന്നും പറഞ്ഞയക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും പിന്നീട് അത് സന്തോഷവും ആശ്വാസവും ആകുകയുള്ളൂ. മൈഥിലി പറഞ്ഞു. നീ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്കറിയാം മോളെ. എന്തായാലും ഞാൻ ശിവയെ കൂടി ഒന്ന് കാണട്ടെ. അവൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. ശിവേടനോട് ഞാൻ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നച്ചാ. വേണമെങ്കിൽ ആദിയുടെ വീട്ടിൽ നേരിട്ട് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് ശിവോട്ടൻ പറഞ്ഞു. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നാൽ പിന്നെ ഒരു സമാധാനമാകും. എന്നിട്ട് വേണം ശിവയുടെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിക്കാൻ. മൈഥിലി ഒന്ന് ചിരിച്ചു. അതിനൊക്കെ ഇനിയും സമയമില്ലേ അച്ഛാ? 1 വർഷം കഴിഞ്ഞു മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇതേ സമയം മൈഥിലിയെ തേടി വന്ന മേഘ അവരുടെ സംസാരം കേട്ട് തരിച്ചു നിന്നു. ശിവേട്ടനും മൈഥിലിയും തമ്മിലുള്ള വിവാഹമോ? മേഘ ഒന്നും മനസ്സിലാവാത്ത പോലെ നിന്നു.